ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എസെൻട്രിസിറ്റി മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഹൈപ്പർബോള വരയ്ക്കുന്നു എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ: ടു കൺസ്ട്രക്ട് എ ഹൈപ്പർബോള വെൻ ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഫോക്കസ് ഫ്രം ദി ഡയറക്ട്രിക്സ് ഈസ് 65 mm ആൻഡ് എസെൻട്രിസിറ്റി ഈസ് 3/2. അതായത് ഡയറക്ട്രിക്സിൽ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് 65 mm ആണെന്നും അതേപോലെ തന്നെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് 3/2 ആണെന്നും ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ഡയറക്ട്രിക്സ് വരയ്ക്കാം. ഡയറക്ട്രിക്സ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം എവിടെയെങ്കിലും ഒരു പോയിന്റിൽ സി എന്ന് മാർക്ക് ചെയ്യുക. സി എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്രിക്സിനെ ഡിനോട്ട് ചെയ്യണതാണ് സി എന്ന് പറയുന്നത്. അതിനുശേഷം സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ ആയിരിക്കും ആക്സിസ് എന്ന് പറയുന്ന ലൈൻ. സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതായിരിക്കും ആക്സിസ് ലൈൻ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസിൽ ഒരു ലൈൻ വരച്ചിടാം. ഇനി അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഡയറക്ട്രിക്സിൽ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് 65 mm ആണെന്ന് തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും 6.5 മാറിയതിനു ശേഷം എഫ് എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യാം. അടുത്തത് നെക്സ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് വെർട്ടെക്സ് എന്ന് പറഞ്ഞ പോയിന്റാണ്. വെർട്ടെക്സിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പകരം എന്താണ്? എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് 3/2 ആണെന്നാണ് തന്നിട്ടുണ്ട്. എന്താണ് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്? VF/VC. വെർട്ടെക്സ് ടു ഫോക്കസ് ഡിസ്റ്റൻസിൻ്റെയും വെർട്ടെക്സ് ടു ഡയറക്ട്രിക്സ് ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോ ആണ് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടെക്സിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതിൻ്റെ 3 ഡിവിഷനും വെർട്ടെക്സിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ഡിവിഷനാണ്. അപ്പോൾ ടോട്ടൽ എത്ര ഡിവിഷൻ വേണ്ടത്? 5 ഡിവിഷനാണ് വരുന്നത്. അതായത് CF എന്ന് പറഞ്ഞ ലൈന് 5 ഡിവിഷനായിട്ടായിരിക്കും ചെയ്യേണ്ടത്. ഇനി നമുക്ക് 6.5 സെൻറ്റിമീറ്ററാണ് CFൻ്റെ ഡിസ്റ്റൻസ്. അത് നമുക്ക് ഡയറക്റ്റ് 5 ഡിവിഷൻ ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഒരു സ്ട്രൈറ്റ് ലൈന് എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഏത് സ്ട്രൈറ്റ് ലൈനെയാണോ ഡിവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൽ CF എന്ന് പറഞ്ഞ ഈ ഒരു സ്ട്രൈറ്റ് ലൈനെയാണ് ഡിവിഷൻ ചെയ്യുന്നത്. ഇതിന് എത്രയായിട്ടാണ് ഡിവിഷൻ ചെയ്യുന്നത്? 5 ആയിട്ടാണ് ഡിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 സെൻറ്റിമീറ്ററിൽ അക്യൂട്ട് ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുക. എത്രയായിട്ടാണോ ഡിവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡിസ്റ്റൻസ് എടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഒരു 5 സെൻറ്റിമീറ്റർ എടുക്കുന്നത് 5 ആയിട്ട് ഡിവിഷൻ ചെയ്യണത് കൊണ്ടാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ എടുക്കുക. ഈക്വൽ ഡിവിഷൻസ് ആക്കിയാൽ മതി. 5 പോയിൻറ്റ്സുകൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഓരോ പോയിൻറ്റിനും പേര് കൊടുക്കുക. 1 2 3 4 5. ഈ 5 എന്ന് പറഞ്ഞ പോയിൻറ്റും F എന്ന് പറഞ്ഞ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം 5F എന്ന് പറഞ്ഞ ഈ ഒരു ലൈന് പാരലലായിട്ട് 1 2 3 4 എന്ന് പറഞ്ഞ എല്ലാ പോയിൻറ്റ്സിൽ കൂടിയും പാരലൽ ലൈൻസുകൾ വരയ്ക്കുക. ഈ എല്ലാ പാരലൽ ലൈനുകളും CF എന്ന് പറഞ്ഞ ലൈനെ കവർ ചെയ്ത് പോകണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് ടച്ച് ചെയ്ത് പോകണ്ടായിരിക്കും. ആ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന ആ പോയിൻ്റ് ആയിരിക്കും ഈ CFൻ്റെ ഡിവിഷൻസ്. 5F എന്ന് പറഞ്ഞ ലൈനിൽ സെറ്റ് സ്ക്വയർ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിൻ്റ് 4 ആണ് വരുന്നത്. ഇവിടുന്ന് ലൈൻ വരയ്ക്കുക. അടുത്തത് 3, അടുത്തത് 2, ലാസ്റ്റ് 1. ഡിവിഷൻ ചെയ്തിരിക്കുന്ന ഓരോ പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വെർട്ടെക്സ് ആണ്. വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഫോക്കസിൽ നിന്നും വെർട്ടെക്സിലേക്ക് 3 ഡിവിഷൻ. ഇവിടെയാണ് ഫോക്കസ് വന്നത്. വെർട്ടെക്സിലേക്ക് 3 ഡിവിഷൻ. ഇവിടെയായിരിക്കും വെർട്ടെക്സ് വരണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഡയറക്ട്രിക്സിൽ നിന്നും വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് 2 ഡിവിഷൻ. 1 2 രണ്ടാമത്തെ ഡിവിഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും വരുന്നത്. നെക്സ്റ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും 90 ഡിഗ്രി ആംഗിളിൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം കോമ്പസിൽ VF ഡിസ്റ്റൻസ് എടുക്കുക. ആർക്ക് കട്ട് ചെയ്യാം. പെർപെൻഡിക്കുലർ ലൈനും അതേപോലെ ഈ ആർക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് E എന്ന് പേര് കൊടുക്കാം. അതിനുശേഷം
സി എന്ന് പറഞ്ഞ പോയിന്റും ഇ എന്ന് പറഞ്ഞ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തിടാം. എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തിടാൻ പറ്റും അത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തിടാം. അടുത്തത് ഹൈപ്പർബോള വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാനാണ് പോകുന്നത്. പോയിൻറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ ഈ ഇത്രയും ഡിസ്റ്റൻസാണ് എടുത്തേക്കുന്നത്. നമുക്ക് എത്ര ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് മെഷർമെൻ്റ് ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഡിസ്റ്റൻസ് എടുക്കാം. മാത്രമല്ല ഒരു ഹൈപ്പർബോള എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഫിഗർ അല്ല, ഓപ്പൺ ഫിഗറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര പോയിൻറ്റ്സാണോ എടുക്കാൻ പറ്റുന്നത് അത്രയും പോയിൻറ്റ്സ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പോയിൻ്റാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വെർട്ടെക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഒരു ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ദെൻ തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. അങ്ങനെ ഒരു 5 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിന് പേര് കൊടുക്കാം 1 2 3 4 5. അടുത്തതായിട്ട് വി ഇ എന്ന് പറഞ്ഞ സ്ട്രേറ്റ് ലൈൻ കാണുന്നുണ്ടായിരിക്കും. ഈ വി ഇ ലൈനിന് പാരലായിട്ട് 1 2 3 4 5 എത്ര പോയിൻറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് അത്രയും പോയിന്റിൽ കൂടി പാസ് ചെയ്ത് വരാവുന്ന രീതിയിൽ പാരലൽ ലൈൻസുകൾ വരയ്ക്കുക. ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഈ ആക്സിസ് ലൈനെ മുകളിലും അടിയിലും വരാവുന്ന രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. ഫസ്റ്റ് പോയിന്റ്, ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക സി ഇ എന്ന് പറഞ്ഞ ലൈനെ കവർ ചെയ്തിട്ടായിരിക്കണം ഈ പാരലൽ ലൈൻസ് പാസ് ചെയ്യേണ്ടത്. സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. ഇത്രയും പോയിൻറ്റ്സുകൾ വരച്ചു കഴിഞ്ഞു. ഈ വരച്ചിരിക്കുന്ന പാരലൽ ലൈൻസ് സി ഇ എന്ന് പറഞ്ഞ ലൈനെ ടച്ച് ചെയ്തിട്ട് പോകണ്ടായിരിക്കും. ആ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന പോർഷനിൽ പേരുകൾ ഇട്ട് കൊടുക്കുക. അതായത് ഇവിടെ 1 എന്ന് പറഞ്ഞ ലൈൻ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ 1 ഡാഷ് എന്ന് പേര് കൊടുത്തു. അടുത്തത് 2 ഡാഷ്, 3 ഡാഷ്, 4 ഡാഷ്, 5 ഡാഷ്. അടുത്തത് കോമ്പസ് എടുത്തതിന് ശേഷം 1 ഡാഷ് ഡിസ്റ്റൻസ്. 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്, 1 ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്. 1ൽ നിന്നും 1 ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. വെർട്ടെക്സ് അല്ല ഫോക്കസ് എന്ന് പറഞ്ഞ പോയിന്റിൽ കുത്താം. ഫോക്കസ് ഇവിടെയാണ് പറഞ്ഞത്. 1 ഡാഷ് ലൈനിൽ ആർക്ക് കട്ട് ചെയ്യുക, മുകളിലും അടിയിലും ആർക്ക് കട്ട് ചെയ്യാം. അതേപോലെ തന്നെ അടുത്തത് 2 ഡാഷ് ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. 2 ഡാഷ് ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തതിന് ശേഷം എഫ് എന്ന് പറഞ്ഞ പോയിന്റിൽ കുത്തി 2 ഡാഷ് ലൈനിൽ ആർക്ക് കട്ട് ചെയ്യാം. അടുത്തത് 3 ഡാഷ് ഡിസ്റ്റൻസ് എടുക്കാം. എഫിൽ കുത്താം. നെക്സ്റ്റ് 4 ഡാഷ് ഡിസ്റ്റൻസ് ഫോക്കസിൽ കുത്താം. 4 ഡാഷ് ലൈനിൽ ആർക്ക് കട്ട് ചെയ്യുക, മുകളിലും അടിയിലും കട്ട് ചെയ്യണം. ലാസ്റ്റ് 5 ഡാഷ് ഡിസ്റ്റൻസ് എഫിൽ കുത്താം. അപ്പം നമുക്കിവിടെ പോയിൻറ്റ്സുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിന് പേര് കൊടുക്കാം. P1, P2, P3, P4, P5. അതേപോലെ തന്നെ അടിയിൽ P1 ഡാഷ്, P2 ഡാഷ്, P3 ഡാഷ്, P4 ഡാഷ്, P5 ഡാഷ്. ഇനി അതിനുശേഷം ഒരു ഹൈപ്പർബോളയുടെ പോയിൻറ്റ്സുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. P5 ഡാഷ് മുതൽ വെർട്ടെക്സ് വരെ, വെർട്ടെക്സ് തുടങ്ങി വീണ്ടും P5 വരെ ആ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കാം. P3, P2, P1 dash and vertex P1, P2, P3, P4, P5. ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം അത് നമ്മൾ ഈ ഹൈപ്പർബോള കാണാവുന്ന രീതിയിൽ വരച്ചിടാം. ഇങ്ങനെയാണ് ഒരു എസെൻട്രിസിറ്റി മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഹൈപ്പർബോള വരയ്ക്കുന്നത്.
ഇനി ഇതേപോലെ തന്നെ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് പരാബോള വരയ്ക്കുന്നതും എലിപ്സ് വരയ്ക്കുന്നതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡൗട്ടുള്ളവർക്ക് അത് നോക്കാം. താങ്ക്